ഹായ് ഫ്രണ്ട്സ്, ലിറ്റിൽ വിങ്സ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്ന അടിപൊളി ഇടിക്കെട്ട് വെടിക്കെട്ട് ചായക്കടയിൽ നിന്ന് കിട്ടുന്ന ഉള്ളിവടയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല വീർത്തിരിക്കുന്ന ഉള്ളിവട നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം. അതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ കുറച്ച് സവാള ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും മാത്രം മതി കേട്ടോ. പിന്നെ നമ്മൾ ഇതിലേക്ക് ഒരു സ്പെഷ്യൽ ഐറ്റം ചേർക്കുന്നുണ്ട്. അത് നമ്മളൊരു കൂട്ടാണ് തയ്യാറാക്കി മാറ്റി വെച്ചപ്പോൾ നമ്മൾ വഴിയെ പറയുന്നതായിരിക്കും എന്തൊക്കെയാണെന്ന് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഉള്ളിയിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഈ മുളകും ഇഞ്ചിയും കൂടി ചേർത്തിട്ട് കൈ കൊണ്ട് തന്നെ നല്ല പ്രസ് ചെയ്തിട്ട് നന്നായിട്ട് കൊണ്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. മിക്സിൽ നിന്ന് കറക്കാൻ പാടില്ല, കൈ കൊണ്ട് തന്നെ സോഫ്റ്റ് ആക്കി എടുക്കുക. അതിൽ നിന്ന് വീട്ടിൽ കിട്ടുന്ന നീരൊക്കെ നമുക്ക് നല്ലൊരു ടേസ്റ്റ് കൊടുക്കും നമ്മുടെ ഉള്ളിവടയിലേക്ക്. അപ്പോൾ അങ്ങനെ നീരൊക്കെ വന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഈ മിക്സ് നമ്മുടെ മൈദ മാവിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ ആ മിക്സിൽ നമ്മുടെ സ്പെഷ്യൽ ഐറ്റമാണ് ഇതിനകത്ത് ചേർത്തേക്കുന്നത് കേട്ടോ. 2-3 സാധനങ്ങൾ ഇതിൽ ചേർത്തിട്ടുണ്ട്. അത് ഞാൻ വഴിയെ പറയുന്നതായിരിക്കും. അപ്പോൾ ഇത് എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് ആ മിക്സ് കുഴച്ചെടുക്കുക കേട്ടോ. നമ്മുടെ മൈദമാവും ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും പിന്നെ നമ്മളിപ്പോൾ ഇതിൽ ചേർത്ത ആ കൂട്ടും കൂടെ ചേർത്തിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ മുളക് പൊടിയോ മഞ്ഞൾപ്പൊടിയോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ചേർക്കുന്നില്ല കേട്ടോ. നമ്മൾ മാവ് കുഴച്ചെല്ലാം വരുമ്പോഴത്തേക്ക് കുറച്ച് പെരുംജീരകം നമ്മൾ ചേർക്കുന്നുണ്ട്. വേറൊന്നും നമുക്കിതിലേക്ക് ആവശ്യമില്ല. പിന്നെ നിങ്ങളുടെ ഈ കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പില കൊണ്ട് ചേർത്തോളൂ കേട്ടോ. അങ്ങനെ നമ്മുടെ ഉള്ളിവടയുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക കേട്ടോ. അപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞു. നമ്മൾ ഓയിൽ ചൂടാക്കി അതിലേക്ക് കുറച്ച് മാവെടുത്ത് കൈ ഒന്ന് നനച്ചിട്ട് സെൻറ്ററിലൊരു ഹോൾ ഇട്ട് കൊടുത്ത് നമ്മൾ ഉഴുന്നുവടയൊക്കെ ചെയ്തില്ല അതേപോലെ ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ഇട്ട് കൊടുക്കുക. ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യാവുള്ളൂ, അല്ലെങ്കിൽ ഉള്ളു വേഗത്തില്ല. പുറം ഭാഗം വേഗത്തിൽ അങ്ങ് വെന്തും പോവും, ഡ്രൈ ആയി പോവും. അതുകൊണ്ട് നമ്മൾ ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് കൊടുക്കുക. അപ്പോൾ ഉള്ളും കൂടെ നല്ല സോഫ്റ്റായി കിട്ടും. അപ്പോൾ നമ്മുടെ ഉള്ളിവട ഇങ്ങനെ ഒരു വശം റെഡിയായി വന്നിട്ടുണ്ട്. തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ നമ്മുടെ ഉള്ളിവടയെല്ലാം ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കത് കോരിയെടുക്കാമേ. കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ലതായിട്ട് വീർത്ത് വന്നിട്ടുണ്ട്. തന്നെയല്ല നമ്മുടെ കളർ കണ്ടോ, നമ്മൾ മുളക് പൊടിയോ മഞ്ഞൾപ്പൊടിയോ ഒന്നും ചേർത്തിട്ടില്ല. നല്ല കളറിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള മാവ് കൂടി നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കാമേ. ഇനി നമ്മൾ ആ കൂട്ടിൻ്റെ കാര്യം പറഞ്ഞിരുന്നില്ലേ, അതെന്താണെന്ന് പറയാം. അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുത്തേക്കുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, നമ്മുടെ ദോശമാവില്ലേ, ദോശമാവ് നമ്മൾ അധികം വന്നിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുമല്ലോ. ആ മാവ് ഒരു 2-3 സ്പൂണ്, പിന്നെ കുറച്ച് നമ്മുടെ കടലമാവ് കൂടി ചേർത്തിട്ട്, പിന്നെ നമ്മുടെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഉള്ള ചെറിയ തരികളായിട്ടുള്ള ഈസ്റ്റ് അതുകൂടി ചേർത്തിട്ട് കുറച്ച് നേരം മിക്സ് ചെയ്ത് വെക്കുക കേട്ടോ. നമ്മളിത് ചെയ്യാൻ തുടങ്ങുന്നതിന് കുറച്ച് മുൻപേ ചെയ്ത് കലക്കി വെച്ചാൽ മാത്രം മതിയാവും കേട്ടോ. ഈ മിക്സ് കൂടി ചേർത്ത് കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിവട നല്ല സോഫ്റ്റും നല്ല വീർത്ത ഉള്ളിവടയും നമ്മുടെ കടയിൽ നിന്ന് കിട്ടുന്ന പോലെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഉള്ളിവടയെല്ലാം ഇവിടെ തയ്യാറായിരിക്കുകയാണ് കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ കടയിൽ നിന്ന് വാങ്ങുന്ന രീതിയിൽ തന്നെ നമ്മൾ നല്ല വീർത്ത നല്ല സോഫ്റ്റ് ഉള്ളിവട ഇവിടെ തയ്യാറായിരിക്കുകയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ. അപ്പോൾ നമ്മുടെ പുതുതായിട്ട് ആരെങ്കിലും കൂട്ടുകാർ നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും കൂടെ കൂട്ടുകൂടണേ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.